السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ മഗ്ഫിറത്ത് അവൻ്റെ നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. ഇൽമ് പഠിക്കാനും പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഏതാനും ഉപവിഷയങ്ങളാണ് പറയുന്നത്. ഫുറൂഅ്, ഒരു പെൺകുട്ടിയെ കെട്ടിക്കുന്ന വിഷയത്തിൽ അവളെ കെട്ടിക്കാൻ എന്നെ വക്കാലത്താക്കിയിട്ടുണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളതിന് അന്വേഷണം നടത്തേണ്ടതുണ്ടോയെന്നാണ്. അയാൾ പറയുന്നത് സത്യമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിക്കാഹ് സ്വീകരിക്കാം. മൻ ഖാല, ഒരാൾ പറഞ്ഞു, അന വക്കീലും ഫി തസ്വീജ് ഫുലാന, ഇന്ന സ്ത്രീയെ വിവാഹം ചെയ്തു കൊടുക്കാൻ എന്നെ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഫലി മൻ സ്വദ്ദഖഹു, അയാളെ വിശ്വസിക്കുന്നവർക്ക് അനുവദനീയമാണ് ഖബൂലുൻ നിക്കാഹി മിൻഹു, അയാളിൽ നിന്ന് നിക്കാഹ് സ്വീകരിക്കൽ. അതുപോലെ തന്നെ സ്വന്തം വിഷയങ്ങളിൽ ശറഈ കൽപ്പിക്കപ്പെട്ട രണ്ട് സാക്ഷികൾ വേണമെന്നില്ല. ഹുജ്ജത്തുൻ ശറഈയ്യ എന്ന് പറയും. ശറഈയായ ഹുജ്ജത്താവണമെങ്കിൽ കോടതിയിൽ രണ്ട് സാക്ഷികൾ, നീതിമാന്മാരായ സാക്ഷികൾ സാക്ഷി പറയുമ്പോഴേ ശറഈയായ ഹുജ്ജത്താവുള്ളൂ, കോടതിക്ക് അത് തെളിവാകുള്ളൂ. കാരണം അത് മറ്റുള്ളവരുടെ മേൽ വിധിക്കുന്ന സംഗതിയാണ്. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഇന്നയാൾ തലാഖ് ചൊല്ലിയിട്ടുണ്ട്, അയാൾ മരിച്ചിട്ടുണ്ട്, അയാളെ വക്കാലത്താക്കിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തിപരമായിട്ട് നിങ്ങൾ ആ പറയുന്ന ആളെ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കതിനനുസരിച്ച് പ്രവർത്തിക്കാം. എഴുത്തും അത് മതി. അയാളെ എഴുത്ത് കിട്ടിയാൽ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യത്തിന് അയാളെ എഴുത്താണ് അത് ശരിയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മെസ്സേജോ മറ്റോ ഒക്കെ കിട്ടിയാൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാം. യജൂസു ലിമൻ അഖ്ബറഹു അദിലുൻ, അനുവദനീയമാണ് ഒരാൾക്ക്. അഖ്ബറഹു അദിലുൻ, ഒരു നീതിമാനായ വ്യക്തി അയാളോട് പറഞ്ഞു, ബി തലാഖി ഫുലാനിൻ ഔ മൗത്തിഹി ഔ തൗക്കീലിഹി, തലാഖ്, മരണം, വക്കാലത്ത് പോലെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് അനുവദനീയമാണ് എന്ത്? യജൂസുൻ്റെ ഫായിൽ ആ യഅമല ബിഹി, അതനുസരിച്ച് പ്രവർത്തിക്കൽ. ഏത് വിഷയത്തിൽ? ബിന്നിസ്ബതി ലിമാ യതഅല്ലഖു ബിനഫ്സിഹി, സ്വന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അപേക്ഷിച്ച്. ബിന്നിസ്ബതി ലിമാ യതഅല്ലഖു ബിനഫ്സിഹി, സ്വന്തവുമായി ബന്ധപ്പെട്ട, സ്വന്തത്തോട് ബന്ധപ്പെട്ട ഒന്നിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ, ഒന്നിലേക്ക് അപേക്ഷിച്ച്. വകദാ ഖത്തുഹു അൽ മൗസൂഖ് ബിഹി, വിശ്വസിക്കപ്പെടാവുന്ന എഴുത്തും അങ്ങനെ തന്നെയാണ്. വസിഖ എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു, വിശ്വസിക്കപ്പെടാവുന്ന എഴുത്ത്. അമ്മാ ബിനിസ്ബത്തിൽ ഗൈരിൽ ഹഖിൽ, ഒരു മറ്റൊരാളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ഔലിമായ തഅല്ലഖു ബിൽ ഹാക്കിമി, ഭരണാധികാരിയുമായി ബന്ധപ്പെട്ട സംഗതിയിൽ അതിലേക്ക് അപേക്ഷിച്ച് ഫലാ യജൂസു ഇഅ്തിമാദു അദിൻ, ഒരു നീതിമാൻ പറഞ്ഞത് അവലംബിക്കൽ അനുവദനീയമല്ല. ഫലാ യജൂസു ഇഅ്തിമാദുഹു എന്ന് മതി. പിന്നെ അതിൽ നിന്ന് ഇവിടെ ലാഹിറാക്കി പറഞ്ഞതാണ്, അയാൾ അവലംബിക്കൽ അനുവദനീയമല്ല. വലാ ഖത്തു ഖാദിൻ, ഖാദിൻ്റെ എഴുത്തും അവലംബിക്കൽ അനുവദനീയമല്ല. ആരെ എഴുത്താലും വേണ്ടിയില്ല, ഖാദിൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. വല ഖത്തുഹു എന്ന് പറഞ്ഞാൽ മതി. ഖാദിയോ ഖാദി അല്ലാത്ത ആരായിക്കട്ടെ, അവരുടെ എഴുത്തൊന്നും അവലംബിക്കൽ അനുവദനീയമല്ല. മിൻകുല്ലി മാ ലൈസ ബിഹുജ്ജത്തിൻ ശറയ്യ, ശറയ്യായ ഹുജ്ജത്തിൻ്റെ വിഭാഗത്തിൽ പെടാത്ത. ശറയ്യായ ഹുജ്ജത്ത് പറഞ്ഞാൽ എന്താ? ശറയ്യായ തെളിവ് എന്ന് പറയുന്നത് രണ്ട് സാക്ഷികൾ പറയാമെന്നുള്ളതാണ്. അപ്പോൾ ശറയ്യായ ഹുജ്ജത്ത് അല്ലാത്തതിൽപ്പെട്ട എഴുത്തോ അല്ലെങ്കിൽ വാക്കോ അവലംബിക്കാൻ പറ്റില്ല നിങ്ങളുമായി മറ്റൊരാളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. ഓക്കെ, എൻ്റെ സ്വന്തം കാര്യത്തിലാണെങ്കിൽ പറ്റും. ഫർഉൻ, മറ്റൊരു വിഷയം, ഈ അടിമ സ്ത്രീകളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചാൽ അവരെ കല്യാണം ചെയ്തു കൊടുക്കാനുള്ള അധികാരം ആർക്കാണ്? അതീഖത്ത് എന്നാണ് പറയാം. അതീഖത്ത് മുഅത്തിഖ ആകുമ്പോൾ ഇത്തക്ക് ചെല്ലിയ ആൾക്ക് അധികാരമുണ്ട്.
അല്ലേ? ഇതൊക്കെ ചെല്ലിയ ആൾ അല്ലെങ്കിൽ അയാളെ അസബക്കാർക്കാണ് അധികാരം. പെണ്ണാകുമ്പോൾ പിന്നെ ആരാ ചെയ്യുക? നമ്മൾ പെണ്ണുങ്ങൾക്ക് വിലായത്തില്ല എന്നാണല്ലോ നമ്മൾ പറയുന്നത്. സ്ത്രീ ആകുമ്പോൾ, സ്ത്രീ ജീവിച്ചിരിക്കുന്ന സ്ത്രീയാണെങ്കിൽ, ഒരു സ്ത്രീ, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മറിയം എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഒരു ധരിച്ചോളൂ, മറിയം എന്ത് ചെയ്തു? ഒരടിമനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. ആ അടിമനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റിയ ആരുമില്ലെങ്കിൽ അവസാനം വരെ ആർക്കാണ്? ഇതൊക്കെ ചെല്ലിയ ആൾക്കാണ്. ആണാണെങ്കിൽ ഓക്കെ മുത്തിക്ക് എന്ന് പറയും. പെണ്ണാകുമ്പോൾ പിന്നെ പെണ്ണിന് വിലായത്തില്ലല്ലോ. അപ്പോൾ ആര് എന്ത് ചെയ്യും? ഈ മറിയമിനെ കെട്ടിക്കേണ്ട ആളാരാണോ അയാളാണ് കെട്ടിക്കേണ്ടത് ഈ അടിമ സ്ത്രീയെ, വലിയുഹ. കാരണം മറിയത്തിൻ്റെ മേലിൽ വിലായത്തുണ്ടല്ലോ ഈ മറിയമ്മൻ്റെ വാപ്പാക്കോ ജ്യേഷ്ഠന്മാർക്കൊക്കെ, അവരാണ് കെട്ടിക്കേണ്ടത്. മറിയം ജീവിച്ചിരിക്കുമ്പോഴാണ് ഈ വിഷയം. ഈ മറിയം മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മറിയമ്മൻ്റെ മക്കളൊക്കെയാണ് കെട്ടിക്കേണ്ടത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മോത്തിക്കൻ്റെ അസബ എന്നൊക്കെ പറഞ്ഞില്ലേ. ഫർഉനിസബ്ബിജു അതീഖതംറഅത്തിൻ ഹയ്യത്തിൻ, ജീവിച്ചിരിക്കുന്ന സ്ത്രീയുടെ അടിമ സ്ത്രീയെ കെട്ടിക്കും. ഉദിമ വലിയു അതീഖത്തിഹ നസബൻ, ഏത് സ്ത്രീ? അതീഖത്തിൻ്റെ കുടുംബത്തിലുള്ള വലിയ ഇല്ലാത്ത അടിമ സ്ത്രീ മോചിപ്പിക്കപ്പെട്ടാൽ അവളുടെ വലിയൊന്നും ഇല്ലെങ്കിലാണ് മോചിപ്പിച്ച ആൾക്കുള്ള അധികാരം. അതായത് പറയുന്നു ഉദിമ വലിയു അതീഖത്തിഹ, അതീഖത്തിൻ്റെ വലിയില്ല, നസബൻ കുടുംബത്തിലുള്ള കുടുംബപരമായിട്ടുള്ള വലിയൊന്നും ഇല്ലാത്ത അതീഖത്തിനെ കല്യാണം കഴിക്കണം, ചെയ്തു കൊടുക്കണം. ഇസബിജുവിൻ്റെ ഫായിലാര? അതീഖത്ത് എന്നുള്ള മഫൂലാണ്, ഇമ്രാത്തി മുലാഫിലയാണ്. ഹയ്യത്തി എന്നുള്ള സിഫത്താണ്. ജീവിച്ചിരിക്കുന്ന സ്ത്രീയുടെ അടിമ സ്ത്രീ, മോചിപ്പിക്കപ്പെട്ട അടിമ സ്ത്രീയെ കെട്ടിക്കണം. മൻ ഫായിൽ വലിയുഹ, ഈ മുഅത്തിഖത്തിൻ്റെ വലിയാണ് കെട്ടിക്കേണ്ടത്. ഹാ എന്ന് പറഞ്ഞാൽ മുഅത്തിഖത്തിൻ്റെ, ഇതൊക്കെ ചെല്ലിയ പെണ്ണിൻ്റെ. തബാലി വിലായത്തിഹി അലിഹ, അവൾക്കുടെ മേൽ അയാൾക്ക് അധികാരമുണ്ടല്ലോ, ആ അധികാരത്തിനെ തുടർന്ന്, അധികാരത്തിനോട് ബാക്കിയായിട്ട് ഫൈസബിജുഹ, അപ്പോൾ പിന്നെ അവൾ കെട്ടിക്കേണ്ടത് ആരാണ്? അബുൽ മുഅത്തിഖത്തി, ഇതൊക്കെ ചെല്ലിയ പെണ്ണിൻ്റെ വാപ്പയാണ് കെട്ടിക്കേണ്ടത്. സുമ്മ ജദ്ദുഹ, പിന്നെ ഉപ്പാൻ്റെ ഉപ്പയാണ്. ബി തർത്തീബിൽ ഔലിയായി, വിലായത്തിൻ്റെ ഔലിയാൻ്റെ വലിയമാരുടെ ക്രമം അനുസരിച്ച് മുമ്പ് പറഞ്ഞു. ഇവിടെ വലായിസബിജുഹ ഇബ്നുൽ മുഅത്തിഖത്തി, അടിമയെ മോചിപ്പിച്ച പെണ്ണിൻ്റെ മകന് കെട്ടിക്കാൻ പറ്റൂല, മാതാമത്ത് ഹയ്യത്തൻ, മുഅത്തിഖത്ത് ജീവിച്ചിരിക്കുന്ന കാലത്തോളം. അങ്ങനെ കെട്ടിക്കുമ്പോൾ നിബന്ധന എന്താണ്? ബീദിനി അതീഖത്തിൻ, അതീഖത്തിൻ്റെ സമ്മതത്തോടു കൂടെ. ബീദിനിഹ എന്ന് പറഞ്ഞാൽ മതി, അതീഖത്തിൻ്റെ സമ്മതത്തോടെ. വലോലം തുറതൽ മുഅത്തിഖത്തു, ഇതൊക്കെ ചെല്ലിയ പെണ്ണിന് തൃപ്തി ഇല്ലെങ്കിൽ പോലും ആ മുഅത്തിഖത്തിൻ്റെ വലിയാണ് കെട്ടിക്കേണ്ടത്. മുഅത്തിഖത്തിന് തൃപ്തി ഇല്ല എങ്കിൽ പോലും കെട്ടിക്കാം. ഇതിലാ വിലായത്തലഹ, കാരണം ഈ പെണ്ണിനൊന്നില്ല, ഈ അതീഖത്തിൻ്റെ മേൽ വിലായത്തില്ലല്ലോ. ഫൈദാ മാത്തത്തിൽ മുഅത്തിഖത്തു, ഈ മുഅത്തിഖത്ത് മരിച്ചാലോ, അപ്പോൾ പിന്നെ ആ മുഅത്തിഖത്തിൻ്റെ വലിയല്ല കെട്ടിക്കേണ്ടത്. സബ്ബജഹ ഇബ്നുഹ, അവളെ മകനാണ്, അസബക്കാരാണ് കെട്ടിക്കേണ്ടത്. ഇനി അടിമ സ്ത്രീയെ ആര് കെട്ടിക്കും? ഇപ്പോൾ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട പെണ്ണിൻ്റെ കാര്യമാണ് പറയുന്നത്. അവരിപ്പോൾ സ്വതന്ത്രയാണ്, മറ്റു വലിയൊന്നുമില്ലെങ്കിൽ. ഇനി പറയുന്നത് അടിമ സ്ത്രീയെ കെട്ടിക്കാൻ ആർക്കാണ് അധികാരം? അടിമ സ്ത്രീൻ്റെ വലിയനാണ് കെട്ടിക്കുക. അടിമ സ്ത്രീയെ കെട്ടിക്കേണ്ടത് ആരാണ്? ഈ യജമാനക്ക് കെട്ടിക്കാൻ പറ്റൂലല്ലോ. ഒരു മറിയമിന് ഒരടിമ സ്ത്രീയുണ്ട്, ഈ അടിമ സ്ത്രീനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഈ മറിയത്തിന് കെട്ടിക്കാൻ പറ്റൂലല്ലോ. അപ്പോഴും കെട്ടിക്കേണ്ടത് മറിയത്തിൻ്റെ വലിയാണ്, വാപ്പ വല്യാപ്പ ഇങ്ങനെയാണ്. പക്ഷെ എന്ത് ചെയ്യണം? സമ്മതം വേണം. ആരെ? ഈ സ്ത്രീയുടെ, ഈ മറിയമിൻ്റെ സമ്മതമാണ്. കാരണം അവരാണല്ലോ അതിൻ്റെ ഉടമസ്ഥത ഈ മറിയത്തിനാണല്ലോ. അപ്പം ഇനി അമത്തിൻ്റെ സമ്മതം നോക്കണ്ട, അമത്തിന് സമ്മതം ഉണ്ടോ അല്ലേ എന്ന് ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. അടിമ സ്ത്രീ ആയതുകൊണ്ട് പിന്നെ ഈ യജമാനയുടെ സമ്മതത്തോടു കൂടെ ഈ യജമാനയുടെ വലിയാണ് കെട്ടിക്കുക. അത് വാക്കാൽ തന്നെ വേണം. നേരത്തെ പറഞ്ഞ മാതിരി മൗനം പോരാ. വൈസവ്വിച്ചു അമത്തമ്രഅത്തിൻ ബാലിഗത്തിൻ റഷീദത്തിൻ, ബാലിഗത്തായ റഷീദത്തായ സ്ത്രീയുടെ അമത്തിനെ കെട്ടിക്കും. വലിയുഹ, അവരുടെ വലിയാണ് കെട്ടിക്കുക. വലിയു സയ്യിദത്തി, സയ്യിദത്തിൻ്റെ വലിയാണ് കെട്ടിക്കുക. ബീദിനിഹ, ഈ സയ്യിദത്തിൻ്റെ സമ്മതത്തോടെ.
വഹദഹ, അവരുടെ സമ്മതം മാത്രം മതി. ലിഅന്നഹൽ മാലികത്തു ലഹാ, കാരണം അവരാണല്ലോ അടിമ സ്ത്രീയുടെ ഉടമസ്ഥ. ഫലാ യുഅ്തബറു ഇദ്നുൽ അമത്തി, അപ്പോൾ അമത്തിൻ്റെ സമ്മതം പരിഗണിക്കപ്പെടുന്നില്ല. ലിഅന്ന ലിസയ്യിദത്തിഹ, കാരണം യജമാനക്ക് ഉണ്ടല്ലോ ഇജ്ബാറഹ, അവളെ നിർബന്ധിക്കാമല്ലോ അൽ നിക്കാഹിന്. അടിമ സ്ത്രീ ഒരാണ് എന്നെ കെട്ടിക്കണ്ട എന്ന് പറഞ്ഞാലും യജമാനത്തിക്ക് കെട്ടിക്കാലോ. ഇജ്ബാർ എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കുക. ലിഅന്നലി സയ്യിദത്തിഹ ഇജ്ബാർ, അന്നൻ്റെ ഇസ്മാണ് ഇജ്ബാറാന്ന്, അതുകൊണ്ടാണ് നെസ്ബിട്ടിയത്. ഈ സയ്യിദത്തിഹ എന്നുള്ള ജാർ മജ്റൂർ ഖബർ മുഖദ്ദം. വൈഷ്തറത്തു അൻ യകൂനതിനു സയ്യിദത്തി നുത്ഖൻ, യജമാനയുടെ സമ്മതം വാക്കാൽ തന്നെ വേണം, മൊഴി തന്നെ വേണം. വൈകാന്ത ബിക്രാണെങ്കിൽ പോലും മൊഴി തന്നെ വേണം. ഇനി എനിക്കൊരു അടിമ സ്ത്രീ ഉണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്, എനിക്കൊരു പെൺകുട്ടിയുണ്ട്. എനിക്കൊരു പെൺകുട്ടി ആക്കണ്ട, ഒരു പെൺകുട്ടി, പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് ഒരടിമ സ്ത്രീ ഉണ്ടെങ്കിൽ അപ്പം എന്താ ചെയ്യുക? അടിമ സ്ത്രീയെ ആരാണ് കെട്ടിക്കുക? ഈ പെൺകുട്ടി കെട്ടിക്കാൻ പറ്റില്ലല്ലോ, ചെറിയ പെൺകുട്ടിയാണ്. ഇപ്പം എൻ്റെ മകൾക്ക് ഒരടിമ സ്ത്രീ ഉണ്ടെങ്കിൽ ഈ അടിമ സ്ത്രീ ആര് കെട്ടിക്കും? ഞാനാണ്, വാപ്പയാകുന്ന ഞാനാണ് കെട്ടിക്കേണ്ടത്, അല്ലെങ്കിൽ വല്യാപ്പ. അങ്ങനെ വൈസബ്ബിജു അമത്ത സഗീറത്തിൻ ബിക്കിരിൻ വസഗീരിൻ, ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും അമത്തിനെ കെട്ടിക്കും. ബിക്റായ പെൺകുട്ടിയുടെയും സഗീരിൻ ആൺകുട്ടിയുടെയും അമത്തിനെ വിവാഹം ചെയ്തു കൊടുക്കണം. അബുൻ ഫ അബൂഹു, വാപ്പയോ വല്യാപ്പയോ. അങ്ങനെ കല്യാണം ചെയ്ത് കൊടുക്കുമ്പോൾ ആയ നിബന്ധന പാലിക്കണം. ലിഗിബത്തത്തിൻ, എന്തെങ്കിലും ഒരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയായിരിക്കണം. ബുജ്ജത്ത്, ലിഗിബത്തത്തിൻ ബുജ്ജത്ത്, ലഭിക്കുന്ന എന്തെങ്കിലും ഒരു നേട്ടത്തിൻ്റെ പേരിൽ മാത്രം. തഹ്സീലി മഹരിൻ, മഹർ നേടുക, അവനപ്പക്കത്തിന് ചിലവ് നേടുക, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി. ഇപ്പം എൻ്റെ ചെറിയ ആൺകുട്ടിയുടെയോ പെൺകുട്ടിയുടെയോ അടിമ സ്ത്രീയെ കെട്ടിക്കുന്ന വിഷയമാണല്ലോ പറയുന്നത്. അത് ഞാൻ കെട്ടിക്കുമ്പോൾ അതുകൊണ്ട് എൻ്റെ പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ അടിമ സ്ത്രീക്ക് എന്ത് ചെയ്യണം? അല്ല, എൻ്റെ യജമാനിയായിട്ടുള്ള ഈ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും എന്തെങ്കിലും ഉപകാരം കിട്ടണം. ഉദാഹരണം, അടിമ സ്ത്രീനെ കെട്ടിച്ചാൽ മഹർ കിട്ടൂലേ? ആ മഹർ ആർക്കും അടിമ സ്ത്രീക്കാണ് ഉണ്ടാവുക? അല്ല, എൻ്റെ മോൾക്കാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ എൻ്റെ മോനാണ് ഉണ്ടാവുക. അതുപോലെ കെട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലവ് കൊടുക്കണ്ട. ചെറിയ കുട്ടികൾക്ക് ചിലവെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അടിമ സ്ത്രീനെ കെട്ടിച്ചാൽ എന്ത് ചെയ്യും? അടിമ സ്ത്രീയൊക്കെ ഉണ്ടാവുമോ ചെറിയ കുട്ടികൾക്ക്? അതുണ്ടാകുന്നതിന് എന്താ കുഴപ്പം? ഇപ്പം എൻ്റെ മോളെ, അങ്ങനെയൊക്കെ സാധാരണ സംഭവങ്ങളാണ്. എൻ്റെ മോളെ നോക്കാൻ വേണ്ടി ഒരു അടിമ സ്ത്രീന് ഒരാളെ സംഭാവന, അല്ലെങ്കിൽ അനന്തരാവകാശം വഴി എൻ്റെ പെൺകുട്ടികൾക്കോ ആൺകുട്ടികൾക്കോ അടിമകളെ കിട്ടി, ആൺകുട്ടികളെ പെൺകുട്ടികളൊക്കെ കിട്ടി. ഈ പെൺകുട്ടികൾക്ക് ചിലവെടുക്കേണ്ടി വരും. അടിമ സ്ത്രീകൾക്ക് ചിലവെടുക്കേണ്ടത് ആരാണ്? യജമാനനാണല്ലോ. അപ്പോൾ ഈ കുട്ടികൾക്ക് ചിലവെടുക്കാൻ കഴിയില്ല. അപ്പോൾ കെട്ടിച്ചു കഴിഞ്ഞാൽ എന്താവും? പിന്നെ ഭർത്താവ് കൊടുക്കുമല്ലോ. അപ്പോൾ മഹർ നേടുക, ചിലവ് നേടുക തുടങ്ങിയ നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു നേട്ടം വേണം നമ്മുടെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അടിമ സ്ത്രീകളെ കെട്ടിക്കുന്നതിന്. വൈസബി ജാമത്ത് സഗീറത്തിൻ ബിക്റായ പെൺകുട്ടിയുടെ അമത്തിനെ കെട്ടിക്കും. അപ്പോൾ സഗീരിൻ ആൺകുട്ടിയുടെയും അമത്തിനെ കെട്ടിക്കും. അബുൻ ഫാബൂഹു ലിഖിബത്തിന്, എന്തിനു വേണ്ടിയേ കെട്ടിക്കൂ? എന്തെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടി ഉചിതത്തിൽ എത്തിക്കപ്പെടുന്ന തഹസീൽ മഹർ കരസ്ഥമാക്കുക. പിന്നെ അപ്പോൾ തഹസീൽ മഹർ നേടുക, അല്ലെങ്കിൽ നഫക്ക് നേടുക. ലായിസബിജ അബ്ദുഹുമ, അതേ സമയത്ത് അടിമ സ്ത്രീനെ കെട്ടിക്കുള്ളൂ. അവർ അടിമക്ക് കല്യാണം കഴിച്ചു കൊടുക്കില്ല കേട്ടോ. എൻ്റെ ആൺകുട്ടികളുടെയോ പെൺകുട്ടികളുടെയോ അടിമകൾക്ക് ഞാൻ പെണ്ണിട്ടിച്ചു കൊടുക്കില്ല. കാരണം എന്താ? പിന്നെ പെണ്ണിട്ടിച്ചു കൊടുത്താൽ പിന്നെ അവൻ്റെ ഭാര്യനോ നോക്കേണ്ടി വരും, പിന്നെ ചിലവൊന്നും ഉണ്ടാവില്ല, വരുമാനം നിൽക്കൂലേ? എൻ്റെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുള്ള വരുമാനം നിൽക്കൂലേ? ഈ അടിമയുടെ ഭാഗത്തു നിന്നുള്ള വരുമാനം നിൽക്കൂലേ? കാരണം അടിമക്ക് കല്യാണം കഴിച്ചു കൊടുത്താൽ പിന്നെ അതിൻ്റെ പെണ്ണുങ്ങളെ നോക്കണ്ടേ? അപ്പോൾ ലിംഗത്തായി കസ്ബിഹി അനുഹുമ, കാരണം അവൻ്റെ സമ്പാദ്യം മുറിയും. അനുഹുമ, ഈ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ലഭിക്കുന്ന അയാളുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലം മുറിഞ്ഞു പോകുമെന്നതുകൊണ്ട് അടിമ സ്ത്രീയെ കെട്ടിക്കാം, അടിമക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റില്ല.
ഖിലാഫലി മാലിക്. മാലിക് ഇമാം പറയുന്നത് പറ്റുമെന്നാണ്. ലഹറത്ത് മസലത്തിന് എന്തെങ്കിലും നേട്ടം വെളിപ്പെടുകയാണെങ്കിൽ പറ്റുമെന്നാണ്. നമ്മളെ അഭിപ്രായമല്ല. വലാ അമത സയ്യിബിൻ സ്വഗീറത്തിൻ, അതുപോലെ തന്നെ സയ്യിബായ ചെറിയ കുട്ടിയുടെ അമത്തിനെയും കെട്ടിക്കില്ല. നമ്മൾ പറഞ്ഞു സഗീറത്തിൻ ബിക്കിന്, ബിക്റായ പെൺകുട്ടിയുടെ അമത്തിനെന്നാണ്. അപ്പം ഈ പെൺകുട്ടിയാണ് സയ്യിബാണെങ്കിലോ അപ്പോൾ അതിൻ്റെ അമത്തിനെ കെട്ടിക്കൂല. ഹുലായലി നിക്കാഹ മാലിക്കത്തിഹ, കാരണം ആ അടിമ സ്ത്രീയുടെ നിക്കാഹിന് ഇയാൾ വലിയല്ല. കാരണം സയ്യിബനെ കെട്ടിക്കാൻ പറ്റൂലല്ലോ. സയ്യിബായ പെൺകുട്ടിയെ കെട്ടിക്കണമെങ്കിൽ പ്രായപൂർത്തിയാവണ്ടേ. അപ്പോൾ പിന്നെ ആ പെൺകുട്ടിയെ കെട്ടിക്കാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ അടിമ സ്ത്രീയും കെട്ടിക്കാൻ പറ്റൂല. ബിക്റായ പെൺകുട്ടീൻ്റെ അമത്തിനെ കെട്ടിക്കാം. എന്തുകൊണ്ട്? ഈ ബിക്റായ പെൺകുട്ടിയെ നേരിട്ട് സമ്മതമില്ലാതെ തന്നെ കെട്ടിക്കാനുള്ള അധികാരം ഉണ്ട്. പാപ്പാക്കും വല്യപ്പാക്കും ഉണ്ട്, പാപ്പാക്കും ഉണ്ട്. സയ്യിബായി കഴിഞ്ഞാലോ ചെറിയ പെൺകുട്ടിയാണ്, മുമ്പ് പ്രായപൂർത്തിയാണതിന് മുമ്പ് കല്യാണം കഴിഞ്ഞിട്ട് സയ്യിബായതാണ്, ആ പെൺകുട്ടിനെ കെട്ടിക്കണമെങ്കിൽ ഇനി പ്രായപൂർത്തിയായാൽ മാത്രമേ വിലായത്തുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ അടിമ സ്ത്രീയെയും കെട്ടിക്കുന്നതല്ല. ഹുലായരി, കാരണം അയാൾക്ക് അധികാരമില്ല. നിക്കാഹ മാലിക്കത്തിഹ, ഈ ചെറിയ ഈ അമത്തിൻ്റെ മാലിക്കത്ത്, ഉടമസ്ഥ അഥവാ ഇയാളുടെ ചെറിയ പെൺകുട്ടി, സയ്യിബായ പെൺകുട്ടിയുടെ നിക്കാഹിന് ഇയാൾക്ക് അധികാരമില്ലല്ലോ. ഇനി ഒരു അടിമ സ്ത്രീ, അതിൻ്റെ യജമാൻ നാട്ടിലില്ല, പുറത്താണ്. അപ്പോൾ ഗായിബായ പുറത്തുള്ള വിദേശത്തുള്ള ഒരാളുടെ അടിമ സ്ത്രീയെ കെട്ടിക്കാൻ ഖാദിക്ക് അധികാരമുണ്ടോ എന്നാണ്. കെട്ടിക്കാൻ അധികാരമില്ല, വിൽക്കണമെങ്കിൽ വിൽക്കാം. കാരണം എങ്ങനെ ചിലവാക്കണ്ടേ? ഈ പെണ്ണ് ഈ അടിമ സ്ത്രീക്ക് എന്ത് ചെയ്യണം? ചിലവ് കൊടുക്കണം. അയാളാണെങ്കിൽ സ്ഥലത്തില്ലാണ്, അപ്പോൾ അത് ബുദ്ധിമുട്ടാണെന്ന് കരുതിയിട്ട് വിൽപ്പന വേണമെങ്കിൽ നടത്താം. പക്ഷേ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. വലാജുസിൽ ഖാദി, ഖാദിക്ക് അനുവദനീയമല്ല യുസബ്ബിജ് അമത്തൽ ഗായിബി, വിദേശിയുടെ അമത്തിനെ വിവാഹം ചെയ്തു കൊടുക്കൽ. വൈനെഹ്താജത്ത് ഇല നിക്കാഹ്, നിക്കാഹിന് അവൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പോലും പറ്റില്ല. തളറത്ത് ബിഅദമി നഫഖത്തി, നഫഖ കിട്ടാതെ അവളെ ബുദ്ധിമുട്ടായാലും പറ്റില്ല. കെട്ടിച്ചു കഴിഞ്ഞാൽ നഫഖ കിട്ടും ഭർത്താവിൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ ചിലവില്ലാതെ അവളെ ബുദ്ധിമുട്ടായാൽ പോലും സ്ഥലത്തില്ലാത്തൊരു പെണ്ണിൻ്റെ ഒരാളുടെ അടിമ സ്ത്രീയെ കെട്ടിക്കാൻ ഖാദിക്ക് അധികാരമില്ല. ഞാൻ പക്ഷേ അതിൽ ഖാദി ഭയ, ഖാദിക്ക് അതിന് അവളെ വിൽക്കണമെന്ന അഭിപ്രായമുണ്ടെങ്കിൽ അപ്പോൾ പറ്റും. ലിഅന്നൽ ഹഖ്ഖ ഫീഹി, കാരണം അതിലുള്ള ഹല്ല് ഇത് ഗായിബിനാണല്ലോ. ലിഅന്നൽ ഹല്ല ഫീഹി ഗായിബി മിനൽ ഇൻഫാഖി അലൈഹ ബാഅഹ. അപ്പം ഖാദിക്ക് വിൽക്കണമെന്ന് അഭിപ്രായമാണെങ്കിൽ വിൽക്കാം. ലിഅന്നൽ ഹല്ല ഫീഹി ഗായിബി, കാരണം അതുകൊണ്ടുള്ള നേട്ടം ഗായിബിനാണ്. വിറ്റാലേ മിനൽ ഇൻഫാഖി അലൈഹ, അവിടെ മേൽ ചിലവ് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് ഗായിബാണ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി വിൽക്കാവുന്നതാണ്. ഖാദി വിൽക്കണമെന്ന് അഭിപ്രായപ്പെട്ടാൽ ബാഹ വിൽക്കാവുന്നതാണ്. ജവാബ് ഇവിടെ ഉള്ളൂ, അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞതാണ്. കാരണം ഖാദിക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ, ഖാദിക്ക് എന്തുകൊണ്ട് അഭിപ്രായം ഉണ്ടാകാൻ കാരണം ചിലവ് കൊടുക്കുക എന്നുള്ള പ്രശ്നം അയാൾ വരുന്നത് വരെ അയാൾ നടത്തേണ്ടി വരും. അപ്പോൾ അതിൽ ഗായിബിനെന്താവും? ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നേട്ടമുണ്ട്. അപ്പോൾ ആ വിൽപ്പനയിലുള്ള നേട്ടം ഗായിബിന് കിട്ടും. മിനൽ ഇൻഫാഖ് അലിഹ, അവിടെ മേൽ ചിലവ് കൊടുക്കുക എന്നുള്ള ഒരു കാര്യത്തിൽ അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ ബാഹ വിൽക്കാവുന്നതാണ്. ഇനി യജമാനൻ അടിമ സ്ത്രീയെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന വിഷയമാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ ജഅൽനാ മിൻ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ